ആലുവ ചൊവ്വരയിലെ ഗുണ്ടാ ആക്രമണത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. തൃശൂർ സ്വദേശി മുബാറക്, മലപ്പുറം സ്വദേശി സിറാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. ഇവരുടെ വാഹനങ്ങളും കണ്ടെടുത്ത ആയുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആർ ഋഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ഋഷിപാൽ, കൂടുതൽ മുന്നോട്ട് പോവുകയാണ് അന്വേഷണം. എന്തൊക്കെയാണ് ഇന്ന് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ? സുജയ, ഇന്നലെ ചൊവ്വര മേഖലയിൽ അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു ഗുണ്ടാ വിളയാട്ടമുണ്ടായത്. അതിന് തൊട്ടുപിന്നാലെ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുത്ത് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഇപ്പോൾ 5 പേർ അറസ്റ്റിലായത്. ഇന്നലെ പോലീസ് നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയെടുത്ത 2 പേരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തി. ഇതിനൊപ്പം തന്നെ ഈ അക്രമ സംഘമെത്തിയ വാഹനങ്ങളും ഒപ്പം അവർ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു. ഈ സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ ആയുധങ്ങൾ അവർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനൊപ്പം ആലുവ ദേശം മേഖലയിൽ അവർ എത്തിയ ഇരുചക്ര വാഹനവും കാറും ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഏതായാലും സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ, അവരുടെ സ്ഥിതി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഒന്ന് മുൻ പഞ്ചായത്ത് അംഗമായ സുലൈമാനാണ്, മറ്റൊരു സിദ്ദിഖ് എന്ന് പറഞ്ഞ പ്രദേശവാസിയുമുണ്ട്. ഇരുവർക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അവർ ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.